നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സുവർണ സമയം ആരംഭമാകാൻ പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകലുന്നതാണ്. നഷ്ടപ്പെട്ടുപോയ സന്തോഷം തിരികെ ലഭിക്കുന്നതാണ്. സമാധാനം തിരികെ ലഭിക്കുന്നതാണ്. കർമ്മമേഖല നേട്ടമുണ്ടാകുന്നതാണ്. കർമ്മമേഖലയിൽ നിലനിൽക്കുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സുരക്ഷിതത്വം നിങ്ങളെ തേടി എത്തുന്നത് കൂടിയാണ്. അപ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉത്തമമായ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കൂടി നാളെ മുതലുള്ള ദിവസം ആരംഭമാകുന്നു. കാരണം ഇവിടെ നാളെ മെയ് മാസം 18-ാം തീയതിയാണ് രാഹു കേതു സംക്രമണം നാളെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായുള്ള സമയങ്ങൾ വളരെയധികം നിർണായകമാണ് 15 നക്ഷത്രക്കാർക്ക്. കൂടാതെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നൊരു ബോധം മനസ്സിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ മെയ് മാസം 18-ാം തീയതിയാണ് രാഹു കേതു സംക്രമണം നാളെ നടക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ 15 നക്ഷത്രക്കാരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നതാണ്. അതായത് ദോഷകരമായ എല്ലാ കാര്യങ്ങളും മാറുകയും ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന ഏറ്റവും സുവർണമായ ദിനങ്ങളുടെ ആരംഭം കൂടിയാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ 15 നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു ഇടക്കാലമായി നിങ്ങളെ ബാധിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കൂടി നാളെ മുതലുള്ള സമയം രാഹു കേതു സംക്രമണം നിമിത്തം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പ്രശ്നങ്ങളുടെ ഉത്തമമായ പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ മാനസിക സന്തോഷമുണ്ടാകും. കുടുംബത്തിലും സന്തോഷം നിലനിൽക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗ്യശാലികളായ 15 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. രാഹുകേതു സംക്രമണം നിമിത്തം ഭാഗ്യം തെളിയുന്ന 15 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക. ഈ 3 നക്ഷത്രക്കാർക്ക് 11-ാം ഭാവത്തിലാണ് രാഹുകേതു സംക്രമണം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നേട്ടങ്ങൾ ഇരട്ടിയാക്കപ്പെടുന്ന ഒരു സമയമാണ് ആരംഭിക്കാൻ പോകുന്നത്. പ്രശസ്തി വന്നു ചേരുന്നതാണ്. അംഗീകാരം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ചില പ്രശസ്തരായ ആളുകളെ പരിചയപ്പെടാനും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ശോഭനമായ ഒരു നാളേക്ക് എത്തിക്കുന്നത് കൂടിയാണ്. അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത്. ബന്ധങ്ങളിലെ വിള്ളലുകളൊക്കെ മാറ്റാനും ബന്ധങ്ങൾക്കിടയിലുണ്ടായ ഉലച്ചിലുകൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനും ഇവിടെ നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ വരുന്ന സമയം കൂടിയാണ് ആഗതമാകാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നാളെ മുതൽ സംഭവിക്കുമെന്നത് സംശയമേ വേണ്ട. അപ്പോൾ നാളെ രാവിലെ മുതലുള്ള ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയോ എന്നത്. കാരണം എന്തെന്നാൽ നാളെ മുതലുള്ള സമയം വളരെയധികം നിർണായകമാണ്. ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ദൃശ്യമാകുന്നതാണ്. ഈ ഒരു സമയം നിലനിൽക്കുന്നതായ പലവിധ തടസ്സങ്ങൾക്കും അല്ലെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞു എന്നുള്ള ശുഭകരമായ വാർത്തകൾ ശ്രമിക്കാനും ജോലിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അകലാനും ഒക്കെയാണ് ഈ ഒരു സമയം സാധ്യത വളരെയധികം ഉള്ളത്. അപ്പോൾ നാളത്തെ ദിവസം അടുത്തുള്ള ദേവീക്ഷേത്രം, സ്ഥലദൈവം ഏതുമാകട്ടെ, നാളത്തെ ദിവസം പോയി പ്രാർത്ഥിക്കുക. നല്ലൊരു നാളെകൾ, അതായത് നല്ലൊരു ദിവസങ്ങൾ, നല്ല സമയമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയും അനിവാര്യമാണ്. ആ പ്രാർത്ഥനയിലൂടെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നതുകൊണ്ടാണ് പ്രാർത്ഥന വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒരു വശത്തിരിക്കെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ പൂർണ്ണമായ ഫലത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അടുത്തുള്ള സ്ഥലദേവതയെ കാണുക. ഒരു കുപ്പി എണ്ണ ആ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കൈകൂപ്പി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പൂർണ്ണമായ ഫലത്തോടുകൂടി എന്നിലേക്ക് എത്തണേ എന്നൊരു പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നല്ല സമയമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നല്ല കാര്യങ്ങൾക്ക് ഇറക്കി പുറപ്പെട്ടാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതുമാണ്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കും വളരെയധികം
നല്ലൊരു സമയമാണ്. സാഹചര്യങ്ങളൊക്കെയും അനുകൂലമായി തന്നെ വരുന്നതിനാൽ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അതുപോലും മാറി നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരും. എന്തെങ്കിലും കേസോ തർക്കങ്ങളോ വഴക്കുകളോ ആയി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ രാഹു 9ാം ഭാവത്തിലാണ് സംക്രമണം നടത്തുന്നത്, കേതു 3ാം ഭാവത്തിലും സംക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും വിധിയാകാനാണ് സാധ്യത. എന്ന് വെച്ചാൽ അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാക്കും പ്രവൃത്തിയുമൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഈ സമയം എല്ലാ വാക്കുകൾ പോലും മൂർച്ചയേറിയതായി മാറാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന സമയമായതിനാൽ എല്ലാ കാര്യങ്ങൾക്കും സംയമനം പാലിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ്. സാമ്പത്തിക സ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ വരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലായിരിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്, അതായത് എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന വേളയിൽ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസത്തിനുള്ള അനുമതിയൊക്കെ ലഭിക്കാനുള്ള സമയം കൂടിയാണ്. ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പുറപ്പെട്ടുള്ളൂ. വിദ്യാവിജയം ഉണ്ടാകും. വിദ്യാ തടസ്സമൊക്കെ മാറും. ജോലിയിലെ തടസ്സം മാറും. കർമ്മമേഖല നേട്ടം തന്നെയാണ് നാളെ മുതൽ ലഭിക്കാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം നാളെ മുതൽ, അതായത് മെയ് 18 മുതൽ തുടങ്ങുകയാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ധൈര്യം, ഏത് കാര്യത്തിനും പുറകിൽ നിന്ന് ആ ഒരു അവസ്ഥ മാറി സധൈര്യം ഇതിനെ നേരിടാനുള്ള ഒരു മനോവീര്യം നിങ്ങളിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കാരണം മുന്നുള്ള സമയങ്ങളിൽ പേടിച്ചു നിന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇനി സധൈര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ സംസാരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. കാരണം ഒരു കോൺഫിഡൻസ് വരുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും മാറ്റത്തിലായിരിക്കും. അതായത് എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നതൊക്കെ തെറ്റാകുമോ അറിവോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു നിങ്ങൾക്ക്. അതൊക്കെ മാറി സധൈര്യം ഇതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലിയിലൊക്കെ നല്ല മാറ്റം ഉണ്ടാകുന്നത്. അതായത് ജോലി സ്ഥലത്ത് ചെന്നാലും ആകെ ഒരു ഡള്ളായ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റമുണ്ടാകും. നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ മാർക്കറ്റിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ്. ജോലിയുണ്ട്. കർമ്മമേഖല സന്തോഷം ഉണ്ടാകാനുള്ള സമയമാണ്. അപ്പോൾ കർമ്മമേഖലയിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ്. കർമ്മമേഖലയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ക്ലേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഭഗവാൻ ഗണപതി തന്നെ, വിനായകൻ തന്നെ സഹായിക്കുന്നതാണ്. സ്ഥാനവും ഉറച്ചു കിട്ടുന്ന സമയമാണ്. അതായത് ജോലി സ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ, അതായത് കേടുപാടെന്ന് കോട്ടം എന്ന് പറയാം. അതായത് എന്തെങ്കിലും കൂടെയുള്ള സഹപ്രവർത്തകരിൽ നിന്ന് മേലുദ്യോഗസ്ഥരോട് നിങ്ങളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറയുമ്പോൾ അവിടെ തന്നെ ഒരു കോട്ടം ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ കണ്ണിൽ നിങ്ങളൊരു ജോലി ചെയ്യാത്തവൻ അല്ലെങ്കിൽ മടിയൻ എന്നുള്ള ടാഗ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇനി മുതലുള്ള സമയം നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് ശത്രുക്കൾ ആരും ഉണ്ടാവുകയില്ല. രാഹുവിൻ്റെ സ്വാധീനം നല്ല രീതിയിൽ ജീവിതത്തിൽ നിങ്ങളെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആര് തടസ്സമായി നിന്നാലും അത് സ്വയമേവ മാറിപ്പോകുന്നതുമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും രാഹു കേതു സംക്രമണം മാറ്റത്തിൻ്റെ സമയമാണ്. പൂർത്തീകരിക്കാനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ. ജോലിയാകട്ടെ, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ വീട് പണിയാകട്ടെ, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള സമയമാകുന്നുണ്ട്. ജോലികളിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. സ്ഥാനക്കയറ്റം, പ്രമോഷനൊക്കെ ഈ സമയം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വലിയ തോതിൽ കാണുന്നുണ്ട്. ആത്മവിശ്വാസം നല്ല രീതിയിൽ വർദ്ധിക്കും. അതാണ് നാളെ മുതലുള്ള സമയം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ബിസിനസ് ചെയ്യുന്നവർക്ക് സന്തോഷകരമായ മാറ്റം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ വാർത്തകൾ തേടിയെത്താനുള്ള ഭാഗ്യവും ഈ സമയത്തുണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിയുമായി നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു സമയം, അതായത് നാളെ മുതലുള്ള സമയം മാറ്റമുണ്ടാകുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും രാഹു കേതു സംക്രമണം മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നേട്ടങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നേട്ടങ്ങൾ ലഭ്യമാകാൻ പോവുകയാണ്. വിജയം തേടിയെത്തുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഇൻ്റർവ്യൂസിലൊക്കെ പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വളരെ നല്ല ഫലമാണ്. ഉന്നത വിജയം കരസ്ഥമാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഗവൺമെൻറ് ഉദ്യോഗമൊക്കെ ഈ ഒരു സമയം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ, അതായത് ഭക്ഷണം, മരുന്ന്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നല്ല മാറ്റം ഉണ്ടാകുകയാണ്. അപ്പോൾ
ഒരുപാട് കിടന്ന് അങ്ങ് ടെൻഷൻ അടിച്ചൊന്നും ജോലി ചെയ്യേണ്ട ആവശ്യവുമില്ല. ആരോഗ്യം നോക്കുക, മരുന്നൊക്കെ കൃത്യമായി കഴിച്ചു വേണം ജോലിയുടെ കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കാൻ. അല്ലാതെ ചില ആളുകളുണ്ട് മരുന്നും ആഹാരവും ഒന്നും കൃത്യമായി കഴിക്കില്ല, ഒരുപാട് ശരീരം എത്രത്തോളം പറ്റുമോ മാക്സിമം ചെയ്തങ്ങ് തൻ്റെ 100% ആ ഒരു പവർ കൊടുത്തുകൊണ്ടായിരിക്കും ചില ആളുകൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആകെ ടെൻഷൻ എടുത്ത് തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ ഈ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർ ജോലിയിൽ ശ്രദ്ധിക്കണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നാളെ മുതലുള്ള സമയം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓവറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, ഉറങ്ങേണ്ട സമയത്ത് കൃത്യമായി ഉറങ്ങുക, മരുന്ന് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം കാര്യങ്ങളിലേക്ക് മുഴുകാനായിട്ട്. കാരണം സാമ്പത്തികമായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ സമ്പത്തിൻ്റെ പുറകെ പോകാതിരിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ, സമ്പത്തിൻ്റെ പുറകെ സമ്പത്തെ എന്ന് മാത്രം പറഞ്ഞ് പോകാതിരിക്കുക. ഇപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക, മരുന്നിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധനം എന്നതുകൂടി ഈ ഒരു സമയം മനസ്സിലാക്കുക. വളരെ നല്ല സമയമാണ്. രാഹു കേതു സംക്രമണം നിമിത്തം ഈ 15 നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ആരംഭമാകുന്നത്.